ഇപ്പൊ കർണാടകയില് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ന്യൂസ്, 17,000-ൽ അധികം ചെറുകിട സ്ഥാപനങ്ങളിൽ GSTയുടെ നോട്ടീസ് വന്നിട്ടുണ്ട്. അതായത് 20 ലക്ഷത്തിന്റെ മുകളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സർവീസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കാൻ നിർബന്ധമാണ്. അപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു വർഷം മൊത്തം 20 ലക്ഷത്തിന് മുകളിൽ വന്നാൽ നിങ്ങൾ ചിലപ്പോൾ സർവീസ് ആയിരിക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ ഡിപ്പാർട്ട്മെന്റ് നോട്ടീസ് അയക്കും. ബാക്കി മറുപടി കാര്യങ്ങൾ കൊടുക്കലും അതല്ല എന്ന് പ്രൂവ് ചെയ്യലും ഒക്കെ നമ്മുടെ കടമയാണ്. നമ്മളത് ചെയ്യേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും. കാരണം എന്താണ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് പേഴ്സണൽ ട്രാൻസാക്ഷൻ ആണോ ഗവൺമെന്റിന് അറിയില്ല. നമ്മൾ എക്സംപ്റ്റഡ് അല്ലെങ്കിൽ ടാക്സ് ഇല്ലാത്ത ഐറ്റംസ് ആണോ ഡീൽ ചെയ്യുന്നത് നമുക്ക് ഗവൺമെന്റിന് അറിയില്ല. നിങ്ങൾ പേഴ്സണൽ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റു ബാങ്ക് അക്കൗണ്ടിലേക്കാണോ ട്രാൻസാക്ഷൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗവൺമെന്റിന് അറിയില്ല. അപ്പൊ ഒരു നിശ്ചിത എമൗണ്ട്, നല്ലൊരു എമൗണ്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സ് അടക്കാൻ ബാധ്യസ്ഥനല്ലെങ്കിൽ പോലും നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ചെയ്ത് വെക്കുന്നത് സൗകര്യമായിരിക്കും. അതുപോലെ ഈ ഒരു രീതിയിൽ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട് നോക്കിയിട്ട് GSTയുടെ പരിധിയിൽ നിങ്ങൾ വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. അത് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ അതിന് ബാധ്യസ്ഥനായിട്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പം കഴിഞ്ഞ വർഷം എത്ര എമൗണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട ലീഗൽ കംപ്ലൈൻസ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നോട്ടീസ് വരികയും അതിനനുസരിച്ച് നല്ല എമൗണ്ട് ചിലപ്പോൾ നമ്മൾ അടക്കേണ്ടതായിട്ടും അതല്ലെങ്കിൽ വേറെ കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നേക്കാം.